അപ്പോൾ നമുക്കിനി ലഞ്ചിന് കൊടുത്തു വിടാനുള്ള ഗോബി 65 ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മുടെ അവിടെ ടൊമാറ്റോ സ്വീറ്റ് കോൺ റൈസ് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗോബി 65 ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. അതിനായിട്ട് ഞാനിതാ ഒരു വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് കോളിഫ്ലവർ ഇങ്ങനെ ചെറുതാക്കി മുറിച്ചിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഗോബി 65 ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി വേണം, 3 ടേബിൾ സ്പൂൺ റവ വേണം, ഒരു 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി വേണം, അതേപോലെ 4 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി വേണം, ഒരു ചെറിയ നാരങ്ങയുടെ നീര് വേണം, ഇനി ഒരു ശകലം ഉപ്പ് വേണം. നമ്മൾ നേരത്തെ കോളിഫ്ലവർ വേവിക്കുമ്പോൾ ഉപ്പിട്ട കാരണം നമുക്ക് മാവിലേക്ക് വേണ്ട ഒരു ശകലം ഉപ്പ് മാത്രം മതിയാവും. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം, ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും വേണം. മാവിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. നമ്മൾ നേരത്തെ കോളിഫ്ലവറിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗരം മസാലപ്പൊടിയാണ്, അതും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും വേണം. ഇനി നമുക്ക് ഈ എല്ലാ മിക്സും കൂടി ഈ എല്ലാ പൊടികളും കൂടി ഇട്ടിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. ആയി നമ്മളിതാ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും ചേർക്കാം കേട്ടോ. ഞാൻ മൈദ ഒഴിവാക്കിയിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു, റൈസ് ഫ്ലോർ ചേർത്ത് കൊടുത്തു, റവയും കൂടെ ചേർത്ത് കൊടുത്തു. റവ ചേർക്കുന്നത് നമ്മുടെ ഗോബി 65ക്ക് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് കോൺഫ്ലോർ പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മുടെ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ട് നമ്മുടെ ഈ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടിട്ട് എണ്ണ ചൂടാക്കിയിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ഗോബി 65 റെഡിയാകും. നമുക്കിനി ഇത് ശകലം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മളിതാ ഗോബി 65 ഉണ്ടാക്കാനായിട്ട് നമ്മളിതാ എണ്ണ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാറ്റർ റെഡിയാക്കിയിട്ട് അതിലേക്ക് കോളിഫ്ലവർ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടാക്കുക. എന്നിട്ട് അതിനെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ സ്വീറ്റ് കോൺ റൈസ് ഇതവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഗോബി 65 കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ചും ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കോളിഫ്ലവർ എല്ലാം നമ്മളിവിടെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. മൈദ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ, സീ യു.